എൻ്റെ ഇഷ്യൂ എന്തായിരുന്നു വെച്ചാൽ, നല്ല മനുഷ്യർക്ക് ദുഃഖമുണ്ടാവാൻ എന്താ കാര്യം? അത് പാടില്ലല്ലോ. ഞങ്ങളുടെ നാട്ടിൽ നോക്കുമ്പോൾ ഏറ്റവും നല്ല മനുഷ്യൻ അവിടെയുള്ള എഴുത്ത് നമ്പൂരിയായിരുന്നു. വലിയ ജമ്മിയാണ്, പക്ഷേ അദ്ദേഹം ഒരു പട്ടിണി പോകത്തെ പോലെ ജീവിക്കുന്ന ഒരാളാണ്. ഒരു തോർത്തുകൊണ്ടാണ് ആകെ ഉള്ളത്. ആകെ കഴിക്കുന്ന ഭക്ഷണം ഒരു നേരത്തെ ഊണാണ്, അത് കഴിഞ്ഞാൽ ഇല്ല, ഒന്നും സമ്പാദിച്ചിട്ടില്ല. ഒരുപാട് സ്വത്തുണ്ട്, ഒരുപാട് പാട്ടം കിട്ടാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നരകം ദുരിതമല്ലാണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ എന്താണ് കാര്യം എന്നുള്ള അന്വേഷണത്തിലാണ് തുടക്കം. ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ള പ്രധാനപ്പെട്ട അന്വേഷണം ഇത് തന്നെയാണ്. നല്ല മനുഷ്യർക്ക് എന്തുകൊണ്ടാണ് സങ്കടം ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഉത്തരം കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇനി എഴുതും. സയൻസിലാണോ അതോ ആധ്യാത്മികതയിലാണോ അതിൻ്റെ ഉത്തരം തേടുന്നത്? ഉത്തരം സയൻസിലോ ആധ്യാത്മികതയിലോ ഒന്നുമല്ല, നമ്മുടെ മനസ്സിനകത്താണ്. അതിലിതൊക്കെ കൂടി ഉണ്ടല്ലോ, എല്ലാം ഉണ്ടല്ലോ. എവിടെ തിരയേണ്ടതെന്ന് അറിയില്ല, പക്ഷെ അന്വേഷണം തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഉത്തരങ്ങൾ മുഴുവനായിട്ടില്ല. നമ്മൾ ആധ്യാത്മികമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വായിച്ചറിഞ്ഞാലും അപ്പോഴും സംശയം ബാക്കിയാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ, അങ്ങനെ ദൈവത്തിന് ഒരാളോടും പ്രത്യേകിച്ച് ഒരു മമതയോ വിദ്വേഷമോ ഒന്നും ഇല്ല എന്നാണ് ഗീതയൊക്കെ പറയണത്. അങ്ങനെയാണെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് ചില മനുഷ്യർക്ക് കൂടുതൽ സങ്കടം? ചെറിയ കുട്ടികൾ, 4ഉം 5ഉം വയസ്സായ കുട്ടികൾ ക്യാൻസറൊക്കെ വന്ന് നരയിക്കുന്നത് കണ്ടിട്ടില്ലേ? വാട്ട് സിൻ ദേ ഹാവ് ഡൺ? അപ്പോൾ ഇതിലെവിടെയെങ്കിലും ഒരു ജസ്റ്റിസിൻ്റെ അംശം ഉണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയാണ്, എങ്ങനെയാണ്? ഇതാണ് അന്വേഷണം. ഏതാ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ അടുത്തെത്തും തോറും നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ നിർണായകമായ ഒരു ബേസിക് എനർജി ഉണ്ടല്ലോ, അതിൻ്റെ അടുത്തേക്ക് പോകും. അതിനിതൊന്നും പ്രശ്നമല്ല എന്നർത്ഥം. ഇറ്റ് ഡസൻ കെയർ. സി രാധാകൃഷ്ണൻ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യമൊന്നും ദൈവത്തിൻ്റെ പ്രശ്നമല്ല. കാരണം സി രാധാകൃഷ്ണൻ ഇല്ല. ഇറ്റ്സ് ഓൺലി എ ഫാൻറ്റം ഫീലിംഗ്. മായയാണെന്ന് പറയുമ്പോൾ അപകടം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിന് ടെർമിനോളജി നോക്കാണ്ടേ ടേംസ് ഡിഫൈൻ ചെയ്യാണ്ട് ഉപയോഗിച്ചാൽ മഹാ അപകടമാണ്. മായ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന ആൾ എന്ത് അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ ഇപ്പോൾ തർക്കങ്ങൾക്ക് പ്രധാനമായ കാരണം എന്താ? ലോകത്ത് ടേംസ് ഡിഫൈൻ ചെയ്യാത്തതാണ്. നമ്മൾ ദൈവത്തെക്കുറിച്ച് തർക്കിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ 4 പേര് തർക്കിക്കുന്നുണ്ടെങ്കിൽ 4 പേര് ഉദ്ദേശിക്കുന്നത് 4 അർത്ഥമായിരിക്കും. ഈ അർത്ഥം ബേസിക്കായിട്ട് ആദ്യം ഡിഫൈൻ ചെയ്യാത്തതുകൊണ്ടാണ് മിക്കവാറും ഈ കുഴപ്പങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ തർക്കത്തിനൊരു ന്യായം ഉണ്ടാവും. അതാണ് ഈ റൈറ്റിങ്ങിലോ തിങ്കിങ്ങിലോ ഒക്കെ ലോജിക്കിനുള്ള സ്ഥാനം. എന്ത് എഴുത്തിലും നമ്മളിപ്പോൾ വാൽമീകിയോ വേദവ്യാസനോ ഒക്കെ എടുത്ത് നോക്കിയാൽ അവർ ഈ ലോജിക്ക് കൃത്യമായിട്ട് പാലിച്ചു പോയ ആൾക്കാരാണെന്ന് കാണാം. എവിടെയെങ്കിലും ഒരു ടേം അവർ പറയുമ്പോൾ അവരത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും, നോക്കിയിട്ടുണ്ടാവും. ഗീത ആയാലും കൊള്ളാം, അല്ലെങ്കിലും കൊള്ളാം, കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ സംസാരിക്കുക. അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കും കൺഫ്യൂഷനാണ്, പറയുന്ന ആൾക്കും കൺഫ്യൂഷനാണ്. തർക്കം ഒട്ട് അവസാനിക്കുകയില്ല. അവസാനം കലഹത്തിൽ അവസാനിക്കുകയും അടിപൊളി കലഹിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ മായ എന്ന് പറയുമ്പോൾ എന്താണ് മായ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിയൽ എന്ന് വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഈ പെർസെപ്ഷണൽ ആയിട്ടുള്ള നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളുണ്ട്, സെൻസ് ഓർഗൻസ് ഉണ്ട്, അത് തരുന്ന ഇൻപുട്ടുണ്ട്. ഈ ഇൻപുട്ട് വെച്ച് നമ്മളൊരു രൂപം ഉണ്ടാക്കുന്നു, ഒരു സംവിധാനം ഉണ്ടാക്കുന്നു. അത് ആ സംവിധാനം അതിൻ്റെ അപ്പുറത്ത് ഒന്നുമില്ലാത്ത ആളെ സംബന്ധിച്ച് ഫൈനലാണ്. ഇപ്പോൾ ഒരു ജീവി, വെറും സാധാരണ ജീവി, പോത്തായാലും പാമ്പായാലും പട്ടിയായാലും, അതിന് ഈ പെർസെപ്ഷൻ വെച്ച് കിട്ടുന്ന ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ആബ്സല്യൂട്ട് റിയലാണ് അത്. പക്ഷെ മനുഷ്യന് ഇന്ദ്രിയങ്ങൾക്ക് അകത്തുള്ള ഒരു മനസ്സുണ്ട്. ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന വിവരങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത് മനസ്സാണ്. അതും മൃഗങ്ങൾക്കൊക്കെ ഒരു അളവോളം ഉണ്ട്, പക്ഷേ നോട്ട് ബിയോണ്ട് എ പോയിൻറ്റ്. അതിനപ്പുറത്ത് ഒരു ബുദ്ധിയുണ്ട്, അത് മൃഗങ്ങൾക്കില്ല. അപ്പോൾ ഏത് ലെവലിലാണ് നമ്മൾ സംസാരിക്കുന്നത് നോക്കാണ്ടേ നമുക്ക് പറയുന്നതിന് അർത്ഥം മനസ്സിലാവില്ല. ഗീത പറയുന്നത് ഇന്ദ്രിയാണി പരാണ്യാഹു, ഇന്ദ്രിയങ്ങളൊക്കെ വളരെ ശ്രേഷ്ഠങ്ങളാണ്. കാരണം അതാണ് ബേസിക്കായിട്ട് നമുക്ക് ഇൻഫർമേഷൻ കൊണ്ട് തരുന്നത്. അപ്പോൾ
ദേ ഹാവ് ടു ബി റിലൈഡ് അപ്പോൺ. വേറെ മാർഗ്ഗമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പ് കൂടെ നോക്കുകയാണെങ്കിലും ടെലിസ്കോപ്പ് കൂടെ നോക്കുകയാണെങ്കിലും നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ്? കണ്ണുകൊണ്ടാണ്. സോ യു ആർ സീയിങ് സംതിങ്, യു ആർ സെല്ലിങ് സംതിങ്, യു ആർ ടേസ്റ്റിംഗ് സംതിങ്, ടച്ചിങ് സംതിങ്. സോ യു ഗ്യാദർ ഇൻഫർമേഷൻ ഓൺ ദാറ്റ് ബേസിസ്. അപ്പോൾ ആ ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന ഇന്ദ്രിയങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവയവങ്ങളാണ്. പക്ഷേ ഇന്ദ്രിയേഭ്യ പരം മന, സെൻസസ് ഓർഗൻസിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത് മനസ്സാണ്. കാരണം മനസ്സാണ് ഇത് പ്രോസസ്സ് ചെയ്യുന്നത്. ഇത് ചുക്കാണോ ചുണ്ണാമ്പാണോ തീരുമാനിക്കുന്നത് ആരാണ്? മനസ്സാണ്. എന്നാൽ മനസ്സ് തീരുമാനിക്കുന്നത് ഫൈനലാണോ? അല്ല. കാരണം അതിന് മുൻപ് തീരുമാനിച്ച് വെച്ച കാര്യങ്ങളുടെ വെളിച്ചത്തിൽ ഇത് ശരിയാണോ തെറ്റാണോ ന്യായമാണോ അന്യായമാണോ തീരുമാനിക്കുന്നത് ആരാണ്? ബുദ്ധിയാണ്. മനസ്സസ്തു പരാബുദ്ധി. അതുകൊണ്ട് മനസ്സിനേക്കാൾ ബുദ്ധി ശ്രേഷ്ഠമാണ്. ഇത്രയും മോഡേൺ സൈക്കോളജി എന്നുള്ളത് പടിഞ്ഞാറൻ നാട്ടിൽ സൈക്കോളജി വരെയായി. അതിൻ്റെ അപ്പുറത്ത് വേദവ്യാസിൻ്റെ ഒരു സൈക്കോളജി ഉണ്ട്. എന്താ അറിയോ? അത് ബുദ്ധേർ പരതസ്തു സ എന്നാണ്. ഈ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമായി നമ്മിൽ ഒരു കാര്യമുണ്ട്, അതാണ് ഏറ്റവും വലുത് എന്നാണ്. അതിനെയാണ് നമ്മൾ ആത്മാവെന്നോ ഊർജ്ജമെന്നോ ബീജമെന്നോ ഒക്കെ പറയുന്നത്. ഇത് പടിഞ്ഞാറൻ സൈക്കോളജിയിലില്ല. അപ്പോൾ എന്തിൻ്റെ എന്തിനെയാണ് നമ്മൾ മായ എന്ന് പറയുന്നത്? മനസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രിയങ്ങൾ മായയാണ്, ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ മനസ്സ് മായയാണ്, ഈ പറയുന്ന സാധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബുദ്ധിയും മായയാണ്. വ്യവച്ഛേദം കൊണ്ട് സത്യം തിരിച്ചറിയാനാവില്ല. കാരണം വ്യവച്ഛേദം എന്ന് പറഞ്ഞാൽ രണ്ടായില്ലേ. രണ്ടാകുമ്പോൾ ഒന്നിനെ കാണാൻ പറ്റില്ല. ഇത്തിരി ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് നിൽക്കണം നോക്കിയിട്ട് വേണം വണ്ടി എവിടെയാണ് വരണമെന്ന് തീരുമാനിക്കാൻ. ചിലപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴാവും വണ്ടി 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരണമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് ഓടേണ്ടി വരും.